ദേശീയ ധനകാര്യ കമ്മീഷന് മുൻപിൽ നിവേദനം സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒന്നടങ്കം ഇന്ന് കോവളത്തെത്തും. കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 50% ഉയർത്തണം എന്നാണ് കേരളത്തിന്റെ നിലപാട്. ഇതിനു പുറമെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തോട് കേന്ദ്രം അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്നും കേന്ദ്ര ധനകാര്യ കമ്മീഷന് സമർപ്പിക്കുന്ന മെമ്മറാണ്ടത്തിൽ പരാമർശമുണ്ട്. രാവിലെ 9 മണിയോടെയാണ് ധനകാര്യ കമ്മീഷൻ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച. വി അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, എത്രത്തോളം പ്രതീക്ഷയിലാണ് സംസ്ഥാനം? കൊല്ലം വരെ പോകേണ്ടത് ഒരുമിച്ച് വി അരുൺ ചേരുന്നു. അരുൺ, ധനകാര്യ കമ്മീഷനെ കാണാനായി സംസ്ഥാന സർക്കാർ പോകുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയിലാണ് കേരളം? ഒരുപാട് ആവശ്യങ്ങൾ സംസ്ഥാനത്തിനുണ്ട്, ഒരുപാട് നിവേദനങ്ങളുണ്ട്. കാരണം സംസ്ഥാനം കഴിഞ്ഞ കുറേ നാളുകളായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കേന്ദ്ര സഹായം തന്നെയാണ് അതിൽ ഏറ്റവും പ്രതീക്ഷയോടെ സംസ്ഥാനം കാത്തിരിക്കുന്നത്. നികുതി വിഹിതത്തിനടക്കമുള്ള വർധന സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. പക്ഷേ അത്ര ശുഭകരമായ ഒരു കൂടിക്കാഴ്ചയായിരിക്കുമെന്ന് വ്യക്തമല്ല. കാരണം കേന്ദ്ര ധനകമ്മീഷൻ കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിലുണ്ട്. ഇന്ന് തലസ്ഥാനത്തെത്തുന്നുവെന്ന് മാത്രമാണ്. അദ്ദേഹം പല കാര്യങ്ങളും നേരിട്ട്, കമ്മീഷനും അദ്ദേഹത്തിനൊപ്പമുള്ളവരും പല കാര്യങ്ങളും നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിലും സംസ്ഥാനം വർധന ആവശ്യപ്പെടുമ്പോൾ രാജ്യത്ത് മൊത്തത്തിൽ നികുതി വിഹിതം നൽകുന്നത് കുറയ്ക്കാനുള്ള നീക്കത്തിലാണ് ധനകമ്മീഷൻ എന്നാണ് സൂചന. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ആവശ്യം അതേ രീതിയിൽ പരിഗണിക്കുമോയെന്ന് വ്യക്തമല്ല. സംസ്ഥാനം കോവിഡിന് ശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നുപോയി. കോവിഡിന് ശേഷം പ്രളയം വന്നു. ഇപ്പോൾ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കേന്ദ്രവുമായി നിരന്തരം കത്തിടപാടുകളും രാഷ്ട്രീയ തർക്കങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ സംസ്ഥാനത്തിനുണ്ട്. പക്ഷേ അതെല്ലാം പരിഹരിക്കപ്പെടുമോ അല്ലെങ്കിൽ അല്പമെങ്കിലും ആശ്വാസം കിട്ടുമോ എന്ന പ്രതീക്ഷ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. പക്ഷേ അത്ര ശുഭകരമായൊരു വാർത്ത ധനകമ്മീഷനിൽ നിന്നുണ്ടാകുമെന്ന് സംസ്ഥാനം ആ രീതിയിൽ പ്രതീക്ഷിക്കുന്നുമില്ല. രാഷ്ട്രീയം തന്നെയാണ് കാരണം രാഷ്ട്രീയമായി കേരളത്തെ ഒറ്റപ്പെടുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ശത്രുപക്ഷ നിർത്തുന്ന വിമർശനമാണ് ആ രീതിയിൽ സർക്കാരും ഇടതുമുന്നണിയുമൊക്കെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മീഷന് മുമ്പാകെ ഇന്ന് മന്ത്രിസഭ പോകുമ്പോൾ പ്രതീക്ഷയുണ്ട്. പക്ഷേ പ്രതീക്ഷയുടെ അമിത ഭാരം സംസ്ഥാന സർക്കാർ ഇല്ല എന്നാണ് ധനമന്ത്രിയിൽ നിന്നും മറ്റ് ധനവകുപ്പിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചേർന്ന് കേന്ദ്ര ധനകമ്മീഷനെ സ്വീകരിക്കും. അതിനുശേഷം സംസ്ഥാന മന്ത്രിസഭ ഒന്നടങ്കം ധനകമ്മീഷനുമായി ചർച്ച നടത്തുന്നുണ്ട്. ആസൂത്രണ ബോർഡും അതുപോലെ തന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ കെ എൻ ഹരിലാലുമൊക്കെ ഇന്ന് ധനകമ്മീഷനെ കാണുന്നു. ഉച്ചയ്ക്ക് 2:45 അദ്ദേഹം മാധ്യമങ്ങളെയും കാണും. സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളോട് എങ്ങനെയാകും കേന്ദ്ര ധനകമ്മീഷൻ്റെ പ്രതികരണം, മറുപടി എന്ന കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത ഉച്ചയോടുകൂടി ഉണ്ടാകും.